ബിഗ് ബോസ് സീസൺ 7 വിജയ് ആരാണ് എന്ന് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. എനിക്ക് പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ അനുമോടെ PR ആയിട്ടുള്ള ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി, പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഒരു തൊപ്പിയുടെ പടവും വെച്ചിട്ട് 3G എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫു എന്ന് ഊതുന്ന ഒരു ചിഹ്നവും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുമോൾ വിജയിച്ചു എന്ന രീതിയിൽ അവർ പറഞ്ഞു പരത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു കമന്റ് വന്നിരുന്നു. അതനുസരിച്ച് ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ കണ്ടു ഈ സംഭവം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. ഇതുവരെ ആയിട്ടും ഷൂട്ടിങ്ങിന്റെ ആ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നേ ഉള്ളൂ. വൈകിട്ട് 3 മണി ആ ഒരു ലെവലിലെ ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വരത്തുള്ളൂ. എന്തായാലും ഇത് ലീക്ക് ആയിട്ടില്ല. ആരാ വിജയ് എന്നുള്ളത് ഇതുവരെ ആയിട്ട് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ മറ്റൊന്നും വിചാരിച്ച് ഇതാകണ്ട, ബേജാറാകണ്ട. പറയേണ്ടിയവർ അവിടെ ഇന്ന് പലതും പറഞ്ഞോട്ടെ. പിന്നെ ഈ അനുമോൾ വിജയിക്കുകയാണെങ്കിൽ അനുമോൾ നേരത്തെ, അതായത് ഈ കുറച്ച കാലത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അനുമോൾ അങ്ങനെ കളിച്ച് ജയിക്കുവായിരുന്നു, ജയിക്കട്ടെ, എനിക്ക് അനുമോൾ വിജയിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, അനീഷ് വിജയിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, അവര് വിജയിക്കണം. ഈ 3 പേര്, അതിന് അനീഷ്, ഷാനവാസ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന അനുമോൾ, ഇവര് 3 പേരിൽ ആര് വിജയിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ PR-ന്റെ അതിപ്രസരം മൂലം ഇങ്ങനെ വളച്ചൊടിച്ച് കാര്യങ്ങളെ വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ച് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്ന, മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട്, അനുമോൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ ഈ ഒരു നൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അതായത് പട്ടായ ഗേൾസിൽ ഉണ്ടായിരുന്ന നൂറയുമായി ബന്ധപ്പെട്ട് നൂറ ഔട്ട് ആയത്, നൂറ ഒരു ടോപ്പ് 4-ലെ ടോപ്പ് 5-ലൊക്കെ ഞാൻ കണ്ടൊരു പെൺകുട്ടി തന്നെയാണ്. ആ കൊച്ചിന് അതിന് അർഹതയുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നടന്ന മിഡ് വീക്ക് എവിഷനിൽ 6ാം സ്ഥാനത്തായിട്ട് ഔട്ട് ആകേണ്ടതായിട്ട് വന്നു. എന്നാൽ ഈ ഔട്ട് ആകാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ PR-കളുടെ കള്ളപ്രചരണം. അതായത് നൂറ ഈ പറയുന്ന ടിഷ്യൂ പേപ്പർ, ഈ അനുമോൾ എഴുതി കൊടുത്ത, അതായത് സിസ്റ്ററിന്റെ നമ്പർ എഴുതി കൊടുത്തു എന്ന് പറയുന്നത് PR-ന്റെ നമ്പറാണ് എഴുതി കൊടുത്തതെന്ന് ഈ ആദില പറഞ്ഞുണ്ടാക്കിയ കാര്യം, ഈ പറയുന്ന നൂറ ആദിലെ രക്ഷിക്കാൻ വേണ്ടി ഈ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് കളയുന്നു എന്ന രീതിയിൽ കള്ളപ്രചരണം നടത്തി ആ കൊച്ചിനെ അടിച്ചു താഴെ ഇട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് PR-കളുടെ മോശം കളി തന്നെയാണ്. എന്നാൽ അങ്ങനെയാണോ അന്ന് സംഭവിച്ചത്? ഈ പറയുന്ന ആദില എന്ന് പറയുന്ന പെൺകുട്ടി നാക്കിന് വിലവില്ലാത്തതുകൊണ്ട് അതെന്തെങ്കിലും വിളിച്ചു പറയും, അത് ഉറപ്പാണ്, അത് നമുക്ക് സമ്മതിക്കാം. എന്നാൽ നൂറ എന്ന് പറയുന്ന ഒരു പെൺകൊച്ച് അവിടെ പറയുന്നുണ്ട്, അനുമോൾ പോയി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ്, നീ എഴുതി തന്നത് ചേച്ചിയുടെ നമ്പർ തന്നെയാണ്. എന്നാൽ ഇവിടെ നൂറ പറയുന്ന ഒരു കാര്യമുണ്ട്, അനുമോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ സിസ്റ്ററിനെ വിളിച്ചിട്ട് ഇതുമായി PR-നെ വേണമെങ്കിൽ നൂറയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്, 50,000 കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു എന്ന് നൂറ അവിടെ സമ്മതിക്കുന്നുണ്ട്. എങ്കിൽ പോലും ടിഷ്യൂ പേപ്പർ എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഈ പറയുന്ന അനുമോളോട് ഈ നൂറ പറയുന്നത് അതെനിക്ക് അറിയില്ല, അവൾ അതെടുത്ത് കളഞ്ഞു എന്നാണ് തോന്നുന്നത്, ഇല്ല എങ്കിൽ ആ കബോർഡിൽ ഉണ്ടാവും, നീ പോയി നോക്ക്, കബോർഡിൽ ഉണ്ടെങ്കിൽ നീ പോയി നോക്ക് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന നൂറ പറഞ്ഞൊരു കാര്യം. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അനുമോൾക്ക് എഴുതി കൊടുത്ത ആ ഒരു ഫോൺ നമ്പർ, ടിഷ്യൂ പേപ്പർ എഴുതി കൊടുത്ത ഫോൺ നമ്പർ ഈ നെവിനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അത് ശരിയാണ്, സത്യസന്ധമായിട്ട് അനുമോള് ആ ഒരു നമ്പർ ആദിലയുടെയാണ് കൊണ്ട് കാണിക്കുന്നുണ്ട്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അവിടെ അത് കഴിഞ്ഞൊരു ട്വിസ്റ്റാണ്. ഇവരിത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബിഗ് ബോസ് ഈ പറയുന്ന നൂറ ഒരു സാധനം എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ഇതാണ് ഏറ്റവും വലുതായിട്ട് നടന്ന ഒരു മാനിപ്പുലേഷൻ. ഇതിനെ പല PR-കളും പല വീഡിയോ ഇടുന്ന യൂട്യൂബർമാരും ഒക്കെ ഈ ഒരു സാധനത്തെ എടുത്തിട്ട് നൂറ ചതിച്ചു, നൂറ ദേണ്ട ആ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് കൊണ്ട് കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച ഒരു സംഭവം. എന്നാൽ അതായിരുന്നോ? എന്നാൽ അത് ടിഷ്യൂ പേപ്പർ ആയിരുന്നോ? അല്ല, അത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന, അവർക്ക് ഈ പറയുന്ന പീരീഡ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണത്. എന്തായാലും ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കൃത്യമായിട്ട് നോക്കിക്കേ. ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, അതൊന്ന് കണ്ടേ. ഇവിടെ ഈ പറയുന്ന നൂറ അത് വരുന്നു, അവിടെ നിന്ന് എടുത്തിട്ട് ആ കൈ വെച്ച് അതൊന്ന് തിരിക്കുന്നുണ്ട്. കണ്ടോ? ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ആ പെൺകുട്ടി ആ മുഖത്ത് പിടിച്ച് തിരിക്കേണ്ട കാര്യമില്ല. കണ്ടല്ലോ? നിങ്ങൾ കൃത്യമായിട്ട് നോക്കൂ. ഓക്കെ, ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത് ഈ ഒരു സാധനം എന്താണ് ഞാൻ ഒരു ഫോട്ടോ കൊടുക്കാം. ഇത് ഈ പറയുന്ന ആദിലയുടെ നൂറയുടെയും ഉള്ള ഒരു സംഭവം തന്നെയാണ്. കണ്ടോ നിങ്ങൾ? ഈ സാധനം എന്തെന്ന് എന്റെ വീഡിയോ കാണുന്ന പല പെൺകുട്ടികൾക്കും അറിയാം, അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് അറിവുള്ളവർക്കൊക്കെ അറിയാം. ഞാൻ ഈ കാര്യം എന്തെന്ന് ഞാനൊന്ന് ഗൂഗിളിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതിന്റെ പേര് ടാമ്പൺ എന്നാണ്. ഇതിന്റെ പേര് ടാമ്പൺ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഇതിൽ പറയുന്ന ഗൂഗിൾ പറയുന്ന കാര്യം ഇതാണ്. ആർത്തവ സമയത്ത് ഈ പറയുന്ന രക്തം വരുന്നത് ആഗീകരണം ചെയ്യാൻ വേണ്ടി ഒരു നേർത്ത തരം തുണി കൊണ്ടുള്ള ഒരു വസ്തുവാണ് ഇതെന്നാണ് നമുക്ക് ഗൂഗിൾ പറഞ്ഞു തരുന്ന ഒരു സംഭവം. ഈ സാധനമാണ് ഈ പറയുന്ന നൂറ എടുത്തോണ്ട് പോകുന്നത്. അതിന്റെ അറ്റത്തായിട്ട് ഒരു വട്ടം പോലെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഈ സാധനമാണ് എടുത്തോണ്ട് പോകുന്നത്. ഈ ഒരു സാധനത്തെ ടിഷ്യൂ പേപ്പർ ആണ് എടുത്തോണ്ട് പോയത്. ആദില എടുത്ത ടിഷ്യൂ പേപ്പർ, അല്ലെങ്കിൽ ആദില
എഴുതി കൊണ്ടുവന്ന് മറ്റേ വേസ്റ്റ് ബിന്നിൽ ഇട്ടു എന്ന് പറയുന്ന ടിഷ്യൂ പേപ്പർ ആരും കാണാതെ നൂറ എടുത്തോണ്ട് പോകുന്നു, നൂറ ഈ പറയുന്ന അനുമോളെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ നൂറയുടെ നേർക്ക് തിരിക്കുകയും അനുമോൾക്ക് അവിടെയും ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രേക്ഷകരുടെ മുമ്പിൽ അനുമോൾ എന്തോ നല്ല കാര്യം ചെയ്തതാണ്, അനുമോളെ ഇവർ ചതിക്കുകയായിരുന്നു, അനുമോളെ ഈ പറയുന്ന രണ്ട് പെൺകുട്ടികളും ചതിച്ചു, കട്ടപ്പയാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് സെന്റിമെന്റൽ ആയിട്ട് വോട്ട് നേടാൻ വേണ്ടി അവസാന സമയത്ത് ചെയ്ത ഒരു ഡ്രാമയാണിത്, ഒരു ഡ്രാമ. ഇങ്ങനെയൊക്കെ ഡ്രാമ ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന അനുമോളെ PR-കളെ ഇങ്ങനെ ചെയ്യരുത്. അനുമോക്ക് ഒരു കപ്പ് കൊടുക്കുന്നത് ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന പുള്ളിയാണ്. അവനാണ് അനുമോക്ക് ഡയറക്റ്റ് ആയിട്ട് കപ്പ് കൊടുക്കേണ്ടത്. എടാ, PR-കളെ വെച്ചല്ലടാ ജയിക്കേണ്ടത്. ജനങ്ങൾ അവിടെ ഒരു സൈഡിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ പറയുന്ന അനീഷിന് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ ഇവിടെ PR-നെ വെച്ചുകൊണ്ട് സത്യങ്ങളെ കള്ളങ്ങളാക്കുകയും കള്ളങ്ങളെ സത്യങ്ങളാക്കിക്കൊണ്ടും കള്ളപ്രചരണം നടത്തിക്കൊണ്ട് വോട്ട് മേടിക്കുകയല്ലേ. ഇവിടെ നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭാഗത്ത് അവിടെ എന്താണ് തെറ്റ്? ആ കൊച്ചെടുത്തോണ്ട് പോയത് ആ കൊച്ചിന് ആർത്തവ സമയത്ത് ഉപയോഗിക്കേണ്ട ആ ഒരു തുണി, അതിങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു തുണി ഞാൻ കാണിച്ചത്, അതിന്റെ ഫോട്ടോ ഒന്നുകൂടെ വേണം, നിങ്ങൾ കണ്ടു. ഈ ഒരു സാധനമാണ് ആ കുട്ടി എടുത്തോണ്ട് പോകുന്നത്. അതിനെ ഈ പറയുന്ന ടിഷ്യൂ ആണ്, ഈ എഴുതി കൊടുത്ത ആ ടിഷ്യൂ നൂറ കൊണ്ട് കളയുന്നു. നൂറ പെരുങ്കള്ളിയാണ്, നൂറ അങ്ങനത്തവളാണ് ഇങ്ങനത്തവളാണെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ ആ കൊച്ചിനെ ചുമ്മാ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത് ആരാണ്? ഈ പറയുന്ന അനുമോളുടെ PR. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. എന്തായാലും ഇത് കാണിച്ചത് വളരെ മോശമാണ്. നൂറ എന്ന പെൺകുട്ടിക്കും ഒരു ജീവിതമുണ്ട്. ചുമ്മാ പറഞ്ഞ് ഈ കള്ളങ്ങളെ പ്രചരിപ്പിക്കുന്ന പോലെ ആ കൊച്ചു എടുത്തോണ്ട് പോയ എന്ത് സാധനം എടുത്തോണ്ട് പോയി ആ ഒരു സമയത്ത് ഈ പറയുന്ന ബിഗ് ബോസ് അത് ഷൂട്ട് ചെയ്ത് കാണിച്ചപ്പോൾ ഉടനെ അത് ഒരു എന്താ പറയാ, അത് ടിഷ്യൂ പേപ്പർ തന്നെയാണ്, ആ എഴുതി കൊടുത്ത ടിഷ്യൂ പേപ്പറാണ്. അതെങ്ങനെയാണോ ആ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞ ചെറിയൊരു പേപ്പറാണ്, അത് അത്രയും ആ കൊച്ചു കൈ പിടിച്ചേക്കുന്ന കണ്ടില്ലേ, ആ ചുരുണ്ടിരിക്കുന്നത് അത്രയും കനത്തിലാണോ ആ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നത്? അല്ല, അത് ആ ഒരു തുണിയാണ്. അത് ആർത്തവ സമയത്ത് ആ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് ഈ പറയുന്ന ആദിലും നൂറയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണെന്ന് അവരുടെ ആ ഒരു ഫോട്ടോയിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ കൊച്ചിനെ കുറിച്ച് ഒരു അപവാദം ഉണ്ടാക്കി വെച്ചത്? എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ തള്ളി താഴ്ത്തി കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ഈ പറയുന്ന അനുമോളെ വിജയിപ്പിക്കണം. അനുമോളെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരെ വേണമെങ്കിലും നിങ്ങൾ താഴ്ത്തി കിട്ടും, ആരെ വേണമെങ്കിലും നിങ്ങൾ നെഗറ്റീവ് ആക്കും, ആരെ വേണമെങ്കിലും നിങ്ങൾ കൊല്ലാൻ വരെ മടിക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവ ഗുണങ്ങളാണ് ഈ PR-കളുടെ ഇത്. എന്തായാലും ഇത് വളരെ മോശമായി പോയി. എനിക്ക് ഈ പറയുന്ന അതിലും നൂറയുമായിട്ടുള്ള അവരുടെ സ്വഭാവത്തിൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല, എനിക്ക് ഇഷ്ടമൊന്നുമല്ല. എന്നാൽ അതിൽ കുറച്ചെങ്കിലും ഒരു മനസാക്ഷിയുള്ള ഈ നൂറയെ കുറിച്ച് എനിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിലോടില്ലാത്ത ഒരു ഇഷ്ടം ഈ പറയുന്ന നൂറയോടുണ്ട്. അതിൽ കുറച്ചെങ്കിലും ഒക്കെ ഒരു മനസാക്ഷിയുള്ള ഒരു കൊച്ചാണ്. അത് ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. അപ്പോ ആ കൊച്ചിനെ കൂടെ വെറുതെ സോഷ്യൽ മീഡിയയുടെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുക്കുന്ന PR-കളെ നിങ്ങൾ അനുമോളെ ജയിപ്പിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടാകരുത് കേട്ടോ. ഇവിടെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന പലരും പറയുന്നത് ഞാൻ കേട്ടു, ഈ പറയുന്ന അനുമോൾ അവിടെ എല്ലാവരുടെ ആക്രമണത്തിൽ നിന്നും നേരിട്ടു വന്ന ഒരു പെങ്കൊച്ചാണെന്നാണ് ഇവർ പറയുന്നത്. എന്താക്രമണം? അവിടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇവൾക്ക് ഈ ആക്രമണമൊക്കെ നേരിട്ടത്? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആദ്യം തൊട്ട് ഈ കൂട്ടാക്രമണത്തിന് വിധേയനായത് ആരായിരുന്നു? ആ വീട്ടിലുള്ള എല്ലാവരും, ഈ അനുമോൾ അടക്കം എല്ലാവരും വന്ന് ആക്രമിച്ചത് ആരെയായിരുന്നു? അനീഷിനെ അല്ലേ? അത് ഒരു പരിധി വരെ എത്ര നാൾ നീണ്ടു നിന്നു? അനീഷ് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കുമ്പോഴത്തേന് കൂട്ടാക്രമണമല്ലായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? പിന്നെ അനുമോക്കെതിരെ ഇപ്പൊ ഈ വരുന്ന ആക്രമണം എന്ന് വെച്ചാൽ ഈ അനുമോൾ ഉണ്ടാക്കി വെച്ച കാര്യം തന്നെയാണ്. അനുമോൾ മറ്റുള്ളവരോട് ഓരോരുത്തരോടുമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതം വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് അനുമോക്കെതിരെ വന്നിരിക്കുന്നത്. അപ്പൊ അതൊരു കൂട്ടാക്രമണമാണ്. അനുമോളെ എല്ലാം കൂടെ കരയിപ്പിക്കുന്നു. എടാ, അനീഷ് ഒന്ന് കരയാൻ അനീഷിനും പറ്റുമായിരുന്നെങ്കിൽ അനീഷിന് ഇതുപോലെ വോട്ട് മേടിക്കത്തില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? അവന് അത് കരയാൻ പറ്റത്തില്ല, അവന് മിണ്ടാതിരിക്കും അത്ര ആൾക്കാർ കൂട്ടാക്രമണം ചെയ്യുമ്പോൾ. എന്നിട്ട് നിങ്ങളിപ്പം വലിയ രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ പറയുന്ന നൂറ എന്ന് പറയുന്ന ആ കൊച്ചിന്റെ ജീവിതം കൂടെ തകർത്തിട്ട് നിങ്ങൾ എന്തിന് ഈ കപ്പ് നേടിക്കൊടുക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾ കപ്പ് മേടിച്ചൊക്കെ കൊടുത്തോ, പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ എന്നും ഈ പറയുന്ന അനീഷ് ഉണ്ടാകും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.